ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ആർട്ട് ഓഫ് ഫുഡിങ്ങിൻ്റെ മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വീഡിയോസ് എല്ലാവരും കണ്ട് വളരെ അപ്രിസിയേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ആളുകൾ നമുക്ക് വളരെ സജഷൻസ് തരുന്നുണ്ട്. പുതിയ പുതിയ ആൾക്കാർ നമ്മളെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്നേഹം അറിയുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കുക, ആ ബെല്ലൈക്കണിലൊന്ന് അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല നമ്മുടെ ഒരു വീഡിയോ മുടങ്ങാതെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ള ഒരു ചേട്ടനുണ്ട്, ഗോപി ചേട്ടൻ. കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. വെറും 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾ ബീഫ് ഒരു നല്ല ഉലർത്തിയത് ഉണ്ടാക്കുന്നുണ്ട് പുള്ളി. അതെങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് അത് ടേസ്റ്റ് ചെയ്യുന്നത് ഒക്കെ ഞാനാണ്. ഇന്ന് ഞാൻ കുക്ക് ചെയ്യുന്നില്ല, ഇന്ന് പുള്ളിയാണ് കുക്ക് ചെയ്യുന്നത്, ഞാനാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിന്ന് അതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം നേരെ വീഡിയോ കിട്ടും. ചെറുള്ളി, പിന്നെ തേങ്ങാക്കൊത്ത്, കറിവേപ്പില, പിന്നെ വറ്റൽമുളക് പൊടിച്ചത് ഇത് ചതച്ചത്. പിന്നെ ബീഫ് ഉലർത്തിയതും ചിരട്ടപ്പൊട്ടും സ്പെഷ്യലാണ് നമ്മൾ. അപ്പം നിങ്ങൾ ഓർക്കും ഇതെങ്ങനെ പച്ചമുളകില്ല, പിന്നെ മസാല ഇല്ല, ഇഞ്ചി ഇല്ല, ഇതെങ്ങനെ ഉണ്ടാക്കണം. അതാണ് ഇതിന്റെ 4 ഐറ്റംസ്. ചെറുള്ളി, വറ്റൽമുളക് ചതച്ചത്, കറിവേപ്പില, പിന്നെ തേങ്ങ. ബീഫ് ശകലം മസാല ഇതിൽ ഇട്ടിരിക്കുന്നത് കറി ശകലം മഞ്ഞപ്പൊടി മാത്രം ഇട്ട്, മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ച്. ഇപ്പം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇച്ചിരി കടുക് നമ്മളിടുക. ഇച്ചിരി കടുക് നമ്മൾ ആവശ്യത്തിന് ഇട്ടാൽ മതി. നമുക്കറിയാലോ ഒരു കണക്കുണ്ടാകും. ശേഷം തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് കറിവേപ്പിലാണ്. തേങ്ങാക്കൊത്ത് വരട്ടുക. ശകലം ബ്രൗണാണ് വരട്ടുക. ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. ഓക്കെ, നേരിട്ട് ഡയറക്റ്റ് ചെറുള്ളി നമ്മൾ മുറിക്കുക. വലിയ ആണെങ്കിൽ മാത്രം മുറിച്ചിട്ടാൽ മതി. പ്രത്യേകിച്ച് കറിവേപ്പിലയും വറ്റൽമുളകാണ് ഇതിൻ്റെ സ്പെഷ്യൽ. അതാണ് അതിൻ്റെ വെറൈറ്റി ചെയ്യുന്നത്. ആൾറെഡി നമ്മൾ ബീഫിൽ ഉപ്പിട്ടുണ്ട്, അതുകൊണ്ട് ശകലം ഉപ്പിട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഓക്കെ, കറിവേപ്പില എത്രയും കൂടുതൽ ഇടുമോ അത്രയും നല്ലതായിരിക്കും. അതിന് ടേസ്റ്റ് കൂടും. അതിൻ്റെ പ്രത്യേകത. ഉള്ളി ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട വറ്റൽമുളകിലേക്ക് ഇടാം. വറ്റൽമുളക് ഞാൻ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂണാണ്. നിങ്ങൾക്ക് ആവശ്യം എരിവ് നോക്കിയിട്ട് എരിവനുസരിച്ച് നമുക്ക് ഇടാം. ഉള്ളി ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്. ഇനി ഇത് ഇങ്ങനെ തന്നെ ഇരുന്ന് ശരിക്ക് വറ്റി വെള്ളം മൊത്തം വലിഞ്ഞതിന് ശേഷം ഇത് ഉപ്പെല്ലാം നോക്കി നമുക്ക് എടുത്താൽ മതി. ഈ വെള്ളം എല്ലാം വറ്റണം. അപ്പോഴാണ് എൻ്റെ ടേസ്റ്റ്, എൻ്റെ എരിവും ഇതെല്ലാം പിടിക്കും. ഒരു വെറൈറ്റി ഐറ്റംസ്. ബീഫ് മസാല ഇല്ലാതെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. അതാണ് ഇതിന്റെ വറ്റൽമുളകും കറിവേപ്പിലും തേങ്ങാക്കൊത്തും. ഇതാണ് അതിന്റെ സ്പെഷ്യൽ. വേറെ ഒന്നുമില്ല. ഈസിയായി നോക്കാം. സ്പെഷ്യൽ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊരു സ്പെഷ്യൽ ആളായിരുന്നു.
ചിരട്ട നമ്മൾ സാധാരണ ചിരട്ട ഞാൻ ഹോൾ ചെയ്ത് ഇതെല്ലാം ഇട്ട് ഉണ്ടാക്കിയ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാത്രമാണിത്. ഇതിന് സാധാരണ ഇതൊരു ഫിൽറ്റർ, അത് ഞാൻ കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇപ്പം എല്ലാം കിട്ടുന്ന ആർട്ടിഫിഷ്യലല്ല, ഇതെല്ലാം സ്വന്തമായിട്ട് സാധാ ചിരട്ട അത് തേങ്ങ കളഞ്ഞതിന് ശേഷം അത് ഞാൻ ഹോൾ ചെയ്തെടുത്ത് അതുകൊണ്ടാണ് ചിരട്ടപ്പുട്ട് ഉണ്ടാകുന്നത്. നമ്മുടെ എല്ലാം ആയിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി ശകലം പച്ചക്കറിവേപ്പില നമ്മൾ കൈകൊണ്ട് ചീന്തിയിടും. പിന്നെ ഇതിന് മുമ്പ് നമ്മൾ ശകലം നാരങ്ങ നീരത്തിലേക്ക് പിഴിഞ്ഞതിന് ശേഷം വേണം കറിവേപ്പില തന്നെ വെച്ച് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചങ്ങ് മൂടി വെച്ചാൽ പുട്ടാണ് ഇറച്ചി സെൻറ്ററിൽ വെച്ചിട്ട് ഇറച്ചി പൊട്ട് കേട്ടോ പുറത്ത് ഇറച്ചി ചിരട്ടപ്പുട്ട്. ചെറുള്ളി, പിന്നെ തേങ്ങാക്കൊത്ത്, പിന്നെ കറിവേപ്പില, പിന്നെ വറ്റൽമുളക്, 4 ഐറ്റംസ്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അടിപൊളി. ഒഴിവില്ല, ഞാൻ തിന്നട്ടം കൂടുതൽ. ചേച്ചി പറഞ്ഞത് വെറുതെ അല്ല, അടിപൊളിയാവുന്നു. ഇതില് പുളിയുണ്ട്, അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളി വരുന്നത്. പിന്നെ എരിവുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റ്. ഞാൻ എന്റെ ജീവിതത്തിൽ നല്ല ഇതാണ്. നമുക്ക് പുട്ടിന്റെ കൂടെ കഴിക്കാം, പൊറോട്ടയുടെ കൂടെ കഴിക്കാം. ഇതിന്റെ ടെക്സ്ചർ കണ്ടോ, അതുണ്ടോ? ഇത് ഇംഗ്ലീഷുകാരും ബീഫ് പോലെ ഇരിക്കുന്നു. ശരിക്കും എല്ലാവരും ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു വീട്ടിൽ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ നമ്മുടെ നാട്ടിൽ ബീഫ് ഫ്രൈ ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ഈ ഒരു ടേസ്റ്റ് ഇങ്ങനെ ആവുന്ന ആരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അടിപൊളിയാണ്. ചേച്ചി രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ഫസ്റ്റ് വെച്ചത് കൂടി നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇന്നും എനിക്ക് ഞാൻ പറഞ്ഞു അത് തന്നെ വേണം. അടിപൊളി. അപ്പം സ്നേഹ സമ്മാനം ഒരു വാക്ക്. താങ്ക് യു. ഒരു ഹെവി ഫുഡാണ്. പുട്ടും ബീഫ് ഉലർത്തിയത്. കട്ടൻ ചായ ഒന്നും ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായ ഒരു പാത്രം പോലും കഴിവില്ലായിരുന്നു. പുള്ളി കപ്പ് പോലും കഴിയില്ല. കിച്ചണിലോട്ട് വരത്തില്ല. പുള്ളി കിച്ചൺ അറിയില്ലായിരുന്നു. ഇപ്പൊ ആളൊരു മാസ്റ്റർ ഷെഫായി. ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ്. നമ്മളുടെ ജീവിതം കട്ടപ്പുകയാവും.